ശാന്തി 14/4/25. പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളിയെ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. പകുതി കൽപ്പം സുഖമാണ്, പകുതി കൽപ്പം ദുഃഖമാണ്. ബാബ ദുഃഖം ഹരിക്കുവാനും സുഖം നൽകുവാനും വരുന്നു. ചോദ്യം: ചില കുട്ടികൾ ഏതു കാര്യത്തിൽ തൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ച് വീമ്പിളക്കുന്നവർ ആകുന്നു? ഉത്തരം: ചിലർ മനസ്സിലാക്കുന്നു, നമ്മൾ സമ്പൂർണം ആയി കഴിഞ്ഞു, നമ്മൾ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ മനസ്സിലാക്കി തൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. ഇതും വീമ്പിളക്കുന്നതാവുകയാണ്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ വളരെയധികം പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ പാവനമായി മാറൂ, അപ്പോൾ ലോകവും പാവനമായത് വേണം. രാജധാനി സ്ഥാപനമാകേണ്ടതുണ്ട്. ഒരാൾ മാത്രമായി പോവുക സാധ്യമല്ല. നീ തന്നെ മാതാവും നീ തന്നെ പിതാവും. ഓം ശാന്തി. ഇതിലൂടെ കുട്ടികൾക്ക് തൻ്റെ തിരിച്ചറിവ് ലഭിക്കുന്നു. ബാബയും ഇങ്ങനെ പറയുന്നു, നമ്മളെല്ലാം ആത്മാക്കളാണ്, എല്ലാവരും മനുഷ്യർ തന്നെയാണ്. വലിയവരായാലും ചെറിയവരായാലും, പ്രസിഡന്റ്, രാജ, റാണി, എല്ലാവരും മനുഷ്യരാണ്. ഇപ്പോൾ ബാബ പറയുന്നു, എല്ലാവരും ആത്മാക്കളാണ്. ഞാൻ എല്ലാ ആത്മാക്കളുടെയും പിതാവാണ്. അതിനാൽ എന്നെ പരംപിത, പരം ആത്മാ, അതായത് സുപ്രീം എന്ന് പറയുന്നു. കുട്ടികൾക്കറിയാം, അത് നമ്മൾ ആത്മാക്കളുടെ പിതാവാണ്. നമ്മളെല്ലാം ബ്രദേഴ്സാണ്. പിന്നെ ബ്രഹ്മാവിലൂടെ സഹോദരി സഹോദരന്മാരുടെ ഉയർന്നതോ താഴ്ന്നതോ ആയ കുലം ഉണ്ടാകുന്നു. ആത്മാക്കളേവരും ആത്മാക്കൾ തന്നെയാണ്. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മനുഷ്യർ യാതൊന്നും തന്നെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്ക് ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയെ ആരും അറിയുന്നില്ല. മനുഷ്യർ പാടുന്നുണ്ട്, ഹേ ഭഗവാൻ, ഹേ മാത് പിത എന്ന്. കാരണം ഉയർന്നതിലും ഉയർന്നത് ആ ഒന്ന് തന്നെയായിരിക്കുമല്ലോ. അത് സർവരുടെയും പിതാവാണ്, സർവർക്കും സുഖം നൽകുന്നവനാണ്. സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കളിയെയും നിങ്ങൾ അറിയുന്നുണ്ട്. മനുഷ്യർ മനസ്സിലാക്കുന്നത്, ഈ നിമിഷം സുഖമുണ്ട്, ഇതേ നിമിഷം തന്നെ ദുഃഖമുണ്ട് എന്നാണ്. പകുതി കൽപ്പം സുഖവും പകുതി കൽപ്പം ദുഃഖവുമാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. സതോ പ്രധാനം, സതോ രജോ തമോ ഉണ്ടല്ലോ. ശാന്തിധാമത്തിൽ നമ്മൾ ആത്മാക്കളാണ്. അവിടെ ആയിരിക്കുമ്പോൾ എല്ലാവരും സത്യമായ സ്വർണമാണ്. അലോയ് അതിൽ ഉണ്ടായിരിക്കുന്നില്ല. അവരവരുടെ പാർട്ട് നിറഞ്ഞിരിക്കുകയാണെങ്കിലും എല്ലാ ആത്മാക്കളും പവിത്രമായി ഇരിക്കുന്നു. അപവിത്ര ആത്മാവിന് ഇരിക്കുവാൻ കഴിയില്ല. ഈ സമയത്ത് ഒരു പവിത്ര ആത്മാവ് പോലും ഇവിടെ ഉണ്ടായിരിക്കാൻ കഴിയില്ല. നിങ്ങൾ ബ്രാഹ്മണ കുലഭൂഷണരും പവിത്രമായി കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ സ്വയം ദേവതയാണ് എന്ന് പറയുവാൻ കഴിയില്ല. അവർ സമ്പൂർണ്ണ നിർവികാരിയാണ്. നിങ്ങളെ സമ്പൂർണ്ണ നിർവികാരികൾ എന്ന് പറയില്ല. ആരുമായിക്കൊള്ളട്ടെ, ദേവതമാരെ അല്ലാതെ ആരെയും പറയുവാൻ കഴിയില്ല. ഈ കാര്യങ്ങളും ജ്ഞാനസാഗരൻ്റെ മുഖത്തു നിന്നും നിങ്ങൾ തന്നെയാണ് കേൾക്കുന്നത്. ജ്ഞാനസാഗരം ഒരിക്കൽ മാത്രം വരുന്നു എന്നതും അറിയുന്നുണ്ട്. മനുഷ്യരാണെങ്കിൽ പുനർജന്മം എടുത്ത ശേഷം വരുന്നു. ചിലരൊക്കെ ജ്ഞാനം എടുത്തുകൊണ്ടുപോയി
സംസ്കാരം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ വീണ്ടും വരുന്നു, വന്ന് കേൾക്കുന്നു. 6 8 വയസ്സുള്ളവരായിരിക്കാം. നന്നായി മനസ്സിലാവുകയും ചെയ്യുന്നു. ആത്മാവ് അത് തന്നെയാണല്ലോ. കേൾക്കുമ്പോൾ അവർക്ക് നന്നായി തോന്നുന്നു. നമുക്ക് വീണ്ടും ബാബയുടെ അതേ ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ആത്മാവ് മനസ്സിലാക്കുന്നു. ഉള്ളിൽ സന്തോഷമുണ്ടായിരിക്കുന്നു. മറ്റുള്ളവരെയും പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ചുറുചുറുക്കുള്ളവരാകുന്നു. യുദ്ധം ചെയ്യുന്നവർ ആ സംസ്കാരം എടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ശൈശവത്തിൽ തന്നെ അതേ പ്രവൃത്തിയിൽ സന്തോഷത്തോടെ മുഴുകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പുരുഷാർത്ഥം ചെയ്ത് പുതിയ ലോകത്തിൻ്റെ അധികാരി ആകേണ്ടതുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഒന്നുകിൽ പുതിയ ലോകത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കും, അല്ലെങ്കിൽ ശാന്തിധാമത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കും. ശാന്തിധാമം നിങ്ങളുടെ വീടാണ്. അവിടെ നിന്നും നിങ്ങൾ പാട്ട് അഭിനയിക്കുവാനായി ഇവിടെ വന്നിരിക്കുകയാണ്. ഇതും ആരും അറിയുന്നില്ല, കാരണം ആത്മാവിൻ്റെ തന്നെ അറിവില്ല. നിങ്ങൾക്കും മുൻപ് ഇത് അറിവായിരുന്നില്ല. നമ്മൾ നിരാകാരി ലോകത്ത് നിന്നുമാണ് ഇവിടെ വന്നത്. നമ്മൾ ബിന്ദുവാണ് എന്ന്. ഭൃഗുടിയുടെ മധ്യത്തിൽ ആത്മനക്ഷത്രം സ്ഥിതി ചെയ്യുന്നു എന്ന് സന്യാസിമാരും പറയുന്നുണ്ട്. എങ്കിലും ബുദ്ധിയിൽ വലിയ രൂപമാണ് വരുന്നത്. സാലിഗ്രാം എന്ന് പറയുന്നതിലൂടെ വലിയ രൂപമാണ് എന്ന് മനസ്സിലാക്കുന്നു. ആത്മാവ് സാലിഗ്രാമാണ്. യജ്ഞം രചിക്കുമ്പോൾ അതിലും വലിയ വലിയ സാലിഗ്രാം നിർമ്മിക്കുന്നു. പൂജാ സമയത്തും സാലിഗ്രാമിൻ്റെ വലിയ രൂപം തന്നെയാണ് ബുദ്ധിയിൽ ഉണ്ടായിരിക്കുന്നത്. ബാബ പറയുന്നു, ഇത് മുഴുവൻ അജ്ഞാനമാണ്. ജ്ഞാനമാകട്ടെ ഞാൻ തന്നെയാണ് കേൾപ്പിക്കുന്നത്. മുഴുവൻ ലോകത്തിലും മറ്റാർക്കും കേൾപ്പിക്കുവാൻ കഴിയില്ല. ആത്മാവും ബിന്ദുവാണ്, പരമാത്മാവും ബിന്ദുവാണ് എന്ന് ആരും മനസ്സിലാക്കിച്ചു തരുന്നില്ല. അവരാകട്ടെ അഖണ്ഡ ജ്യോതി സ്വരൂപം ബ്രഹ്മം എന്ന് പറയുന്നു. ബ്രഹ്മത്തെ ഭഗവാനായി മനസ്സിലാക്കുന്നു. പിന്നെ സ്വയം ഭഗവാനാണ് എന്ന് പറയുന്നു. നമ്മൾ പാട്ട് അഭിനയിക്കുന്നതിന് ചെറിയ ആത്മാവിൻ്റെ രൂപം ധരിക്കുന്നു. പിന്നെ വലിയ ജ്യോതിയിലേക്ക് ലയിച്ചു ചേരും എന്ന് പറയുന്നു. ലീനമാകുമെങ്കിൽ പിന്നെ എന്തുണ്ട്? പാട്ടും ലീനമാകുമായിരുന്നേനെ. എത്ര തെറ്റായി പോകുന്നു. ഇപ്പോൾ ബാബ വന്ന് സെക്കൻഡിൽ ജീവൻ മുക്തി തരുന്നു. പിന്നെ പകുതി കൽപ്പത്തിനു ശേഷം പടവുകൾ ഇറങ്ങി ജീവൻ ബന്ധനത്തിൽ വരുന്നു. വീണ്ടും ബാബ വന്ന് ജീവൻ മുക്തമാക്കി മാറ്റുന്നു. അതിനാൽ ബാബയെ സർവരുടെയും സദ്ഗതി ദാതാവ് എന്ന് പറയുന്നു. അപ്പോൾ പതീത പാവനായ ബാബയെ തന്നെ ഓർമ്മിക്കണം. ബാബയുടെ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങൾ പാവനമാകുന്നത്. ഇല്ലെങ്കിൽ ആകുവാൻ കഴിയില്ല. ഉയർന്നതിലും ഉയർന്നത് ഒരേ ഒരു ബാബയാണ്. ചില കുട്ടികൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു, നമ്മൾ സമ്പൂർണമായി കഴിഞ്ഞു, നമ്മൾ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു. ഇങ്ങനെ മനസ്സിലാക്കി തൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നു. ഇതും വീമ്പിളക്കുന്നവർ ആകലാണ്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ വളരെയധികം പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. പാവനമായി മാറുമ്പോൾ പിന്നെ ലോകവും പാവനമായത് വേണം. ഒരാൾക്കും പോകുവാൻ കഴിയില്ല. നമ്മൾ വേഗത്തിൽ കർമാതീതമായി മാറട്ടെ എന്ന് ആര് എത്ര തന്നെ പരിശ്രമിച്ചാലും ഉണ്ടാവുകയില്ല. രാജധാനി സ്ഥാപിതമാകേണ്ടതുണ്ട്. ഏതെങ്കിലും സ്റ്റുഡൻറ്റ് പഠനത്തിൽ വളരെ സമർത്ഥനായിരുന്നാലും പരീക്ഷ ഉണ്ടാകുന്നത് സമയത്തിന് തന്നെ ആയിരിക്കുമല്ലോ. പരീക്ഷ
വേഗത്തിൽ ഉണ്ടാകുന്നില്ല. ഇതും അങ്ങനെ തന്നെയാണ്. സമയമാകുമ്പോൾ നിങ്ങളുടെ പഠനത്തിൻ്റെ റിസൾട്ട് പുറത്തു വരും. എത്ര തന്നെ നല്ല പുരുഷാർത്ഥിയായിരുന്നാലും നമ്മൾ പൂർണ്ണമായും തയ്യാറാണ് എന്ന് പറയുവാൻ കഴിയില്ല. ഒരു ആത്മാവിനും ഇപ്പോൾ 16 കല സമ്പൂർണം ആകുവാൻ കഴിയില്ല. വളരെയധികം പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. നമ്മൾ സമ്പൂർണമായി കഴിഞ്ഞു എന്ന് തൻ്റെ മനസ്സിനെ വെറുതെ സന്തോഷിപ്പിക്കരുത്, പാടില്ല. സമ്പൂർണമാകേണ്ടത് തന്നെ അന്തിമത്തിലാണ്. വീമ്പിളക്കുന്നവർ ആകരുത്. ഈ മുഴുവൻ രാജധാനിയും സ്ഥാപിതമാകേണ്ടതുണ്ട്. പിന്നെ അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മിസൈലുകളും കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇവ ഉണ്ടാക്കുന്നതിന് ആദ്യം സമയമെടുക്കും. പിന്നെ അഭ്യാസമാകുമ്പോൾ ഉടനടി നിർമ്മിക്കുന്നു. ഇവയെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. വിനാശത്തിന് വേണ്ടി ബോംബുകളും മറ്റും നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു. ഗീതയിലും മുസലം എന്ന വാക്കുണ്ട്. ഉദരത്തിൽ നിന്നും ലോഹം പുറത്തു വന്നു, പിന്നെ ഇത് സംഭവിച്ചു എന്ന് ശാസ്ത്രങ്ങളിലും എഴുതിയിരിക്കുന്നു. ഇവയെല്ലാം അസത്യമായ കാര്യങ്ങളാണല്ലോ. ബാബ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. അതിനെ തന്നെയാണ് മിസൈൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വിനാശത്തിന് മുമ്പേ നമുക്ക് തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാകണം. കുട്ടികൾക്കറിയാം, നമ്മൾ ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലേതായിരുന്നു. സത്യമായ സ്വർണമായിരുന്നു. ഭാരതത്തെ സത്യഖണ്ഡം എന്ന് പറയുന്നു. ഇപ്പോൾ അസത്യഖണ്ഡമായി മാറി. സ്വർണവും സത്യമായതും അസത്യമായതും ഉണ്ടല്ലോ. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു ബാബയുടെ മഹിമ എന്താണ് എന്ന്. ബാബ മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്, സത്യമാണ്, ചൈതന്യമാണ്. മുൻപ് മഹിമ പാടുക മാത്രം ചെയ്തിരുന്നു. ബാബ മുഴുവൻ ഗുണങ്ങളും നമ്മളിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. ബാബ പറയുന്നു, ആദ്യം ഓർമ്മയുടെ യാത്ര ചെയ്യൂ. എന്നെ ഓർമ്മിക്കൂ. നിങ്ങളുടെ വികർമ്മം വിനാശമാകട്ടെ. എൻ്റെ നാമം തന്നെ പതീത പാവനൻ എന്നാണ്. പാടുന്നുമുണ്ട്, ഹേ പതീത പാവനെ വരൂ എന്ന്. എന്നാൽ ബാബ വന്ന് എന്തു ചെയ്യും എന്നത് അറിയുന്നില്ല. സീത ഒന്നു മാത്രം ആയിരിക്കില്ലല്ലോ. നിങ്ങളെല്ലാവരും സീതമാരാണ്. ബാബ കുട്ടികളായ നിങ്ങളെ പരിധിയില്ലാത്തതിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി പരിധിയില്ലാത്ത കാര്യങ്ങൾ കേൾപ്പിക്കുന്നു. നിങ്ങൾ പരിധിയില്ലാത്ത ബുദ്ധിയിലൂടെ ഇതറിയുന്നു. മെയിൽ ഫീമെയിൽ എല്ലാം സീതമാരാണ്. എല്ലാവരും രാവണന്റെ കാരാഗ്രഹത്തിലാണ്. ബാബ, അതായത് രാമൻ, വന്ന് എല്ലാവരെയും രാവണന്റെ കാരാഗ്രഹത്തിൽ നിന്നും പുറത്താക്കുന്നു. രാവണൻ ഒരു മനുഷ്യനല്ല. ഇത് മനസ്സിലാക്കിച്ചു തരുന്നു. ഓരോരുത്തരിലും 5 വികാരങ്ങളുണ്ട്. അതിനാലാണ് രാവണ രാജ്യം എന്ന് പറയുന്നത്. പേര് തന്നെ വിഷ്യസ് വേൾഡ് എന്നാണ്. അതാണ് വൈസ്ലെസ് വേൾഡ്. രണ്ടും വേറെ വേറെ നാമങ്ങളാണ്. ഇത് വേശ്യാലയമാണ്, അതാണ് ശിവാലയം. ഈ ലക്ഷ്മി നാരായണന്മാർ നിർവികാരി ലോകത്തിൻ്റെ അധികാരികളായിരുന്നു. വികാരി മനുഷ്യർ ഇവരുടെ മുന്നിൽ പോയി ശിരസ് നമിക്കുന്നു. വികാരി രാജാക്കന്മാർ ആ നിർവികാരി രാജാക്കന്മാരുടെ മുന്നിൽ ശിരസ് നമിക്കുന്നു. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. മനുഷ്യർക്ക് കൽപ്പത്തിൻ്റെ ആയുസ്സിനെ കുറിച്ച് അറിവില്ല. അതിനാൽ രാവണ രാജ്യം എപ്പോൾ ആരംഭിക്കുന്നുവെന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ ആകും? പകുതി ആയിരിക്കണമല്ലോ. രാമരാജ്യം രാവണ രാജ്യം എപ്പോൾ മുതൽ
തുടങ്ങുന്നു എന്നതിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ 5000 വർഷത്തിൻ്റെ ചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, നമ്മൾ 84ൻ്റെ പാർട്ട് അഭിനയിക്കുന്നു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. സത്യത്രേതായുഗത്തിലും പുനർജന്മം എടുക്കുന്നു. അതാണ് രാമരാജ്യം. പിന്നെ രാവണ രാജ്യത്തിൽ വരേണ്ടതുണ്ട്. ജയപരാജയങ്ങളുടെ കളിയാണ്. നിങ്ങൾ ജയം നേടുമ്പോൾ സ്വർഗത്തിൻ്റെ അധികാരി ആകുന്നു. തോൽവിയടയുമ്പോൾ നരകത്തിൻ്റെ അധികാരിയാകുന്നു. സ്വർഗം വേറെയാണ്. ആരെങ്കിലും മരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിൽ പോയി എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ പറയുകയില്ല. കാരണം സ്വർഗം എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അവർ പറയുന്നു, ജ്യോതി ജ്യോതിയിൽ ലയിച്ചു അഥവാ നിർവാണത്തിൽ പോയി എന്ന്. നിങ്ങൾ പറയും, ജ്യോതി ജ്യോതിയിൽ ലയിക്കുക സംഭവ്യമല്ല. സർവരുടെയും സദ്ഗതി ദാതാവ് ഒന്നു തന്നെയായിട്ടാണ് പാടപ്പെട്ടിട്ടുള്ളത്. സ്വർഗം എന്ന് സത്യയുഗത്തെയാണ് പറയുന്നത്. ഇപ്പോൾ നരകമാണ്. ഭാരതത്തിൻ്റെ തന്നെ കാര്യമാണ്. അല്ലാതെ മുകളിൽ യാതൊന്നുമില്ല. ദിൽവാഡ ക്ഷേത്രത്തിൽ മുകളിൽ സ്വർഗത്തെ കാണിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും മുകളിൽ തന്നെയാണ് സ്വർഗം എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. മുകളിൽ മേൽത്തട്ടിൽ മനുഷ്യർ എങ്ങനെ ഉണ്ടായിരിക്കുവാനാണ്? ബുദ്ധിഹീനരായിരിക്കുകയല്ലേ? ഇപ്പോൾ നിങ്ങൾ സ്പഷ്ടമായി മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്കറിയാം, ഇവിടെ തന്നെയാണ് സ്വർഗവാസികൾ ഉണ്ടായിരുന്നത്. ഇവിടെ തന്നെയാണ് പിന്നെ നരകവാസി ആകുന്നത്. ഇപ്പോൾ വീണ്ടും സ്വർഗവാസി ആകണം. ഈ ജ്ഞാനം തന്നെ നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെതാണ്. കഥയും സത്യനാരായണൻ ആകുന്നതിൻ്റെതാണ് കേൾപ്പിക്കുന്നത്. രാമൻ്റെയും സീതയുടെയും കഥ പറയുന്നില്ല. ഇതാണ് നരനിൽ നിന്നും നാരായണൻ ആകുന്നതിൻ്റെ കഥ. ഉയർന്നതിലും ഉയർന്ന പദവി ലക്ഷ്മി നാരായണന്മാരുടേതാണ്. അവർ വീണ്ടും 2 കല കുറഞ്ഞവരാകുന്നു. ഉയർന്ന പദവി നേടുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു അഥവാ ചെയ്യുന്നില്ലെങ്കിൽ പോയി ചന്ദ്രവംശി ആകുന്നു. ഭാരതവാസികൾ പതീതർ ആകുമ്പോൾ സ്വന്തം ധർമ്മത്തെ മറന്നു പോകുന്നു. ക്രിസ്ത്യൻസ് സതോയിൽ നിന്നും തമോ പ്രധാനം ആയിരിക്കുകയാണ്. എങ്കിലും ക്രിസ്ത്യൻ സമ്പ്രദായത്തിൻ്റേതു തന്നെയാണല്ലോ. ആദി സനാതന ദേവി ദേവത സമ്പ്രദായത്തിലുള്ളവർ ആണെങ്കിൽ സ്വയം ഹിന്ദുവാണ് എന്ന് പറയുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ദേവി ദേവതാ ധർമ്മത്തിലേതാണ് എന്നതും മനസ്സിലാക്കുന്നില്ല. അതിശയമാണല്ലോ. ഹിന്ദു ധർമ്മം ആര് സ്ഥാപിച്ചു എന്ന് ചോദിക്കുന്നു. അപ്പോൾ കുഴങ്ങിപ്പോകുന്നു. ദേവതമാരുടെ പൂജയാണ് ചെയ്യുന്നത്. അപ്പോൾ ദേവതാ ധർമ്മത്തിലേതായിരിക്കുമല്ലോ. പക്ഷേ മനസ്സിലാക്കുന്നില്ല. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ആദ്യം സൂര്യവംശികളായിരുന്നു. പിന്നെ മറ്റു ധർമ്മങ്ങൾ വരുന്നു. നമ്മൾ പുനർജന്മം എടുത്തു വരുന്നു. നിങ്ങളിലും ചിലരാണ് യഥാർത്ഥ രീതിയിൽ അറിയുന്നത്. സ്കൂളിലും ചില വിദ്യാർത്ഥികളുടെ ബുദ്ധിയിൽ നല്ല രീതിയിലിരിക്കുന്നു. ചിലരുടെ ബുദ്ധിയിൽ കുറവായാണ് ഇരിക്കുന്നത്. ഇവിടെയും ആരാണോ പാസ്സാകാത്തവർ അവരെ ക്ഷത്രിയൻ എന്ന് പറയുന്നു. ചന്ദ്രവംശത്തിലേക്ക് പോകുന്നു. 2 കല കുറഞ്ഞുവല്ലോ. സമ്പൂർണമാകാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ പരിധിയില്ലാത്ത ഹിസ്റ്ററിയും ജോഗ്രഫിയും ഉണ്ട്.
ആ സ്കൂളിലാകട്ടെ പരിധിയുള്ള ഹിസ്റ്ററിയും ജോഗ്രഫിയുമാണ് പഠിക്കുന്നത്. അവർ മൂലവതനത്തെയോ സൂക്ഷ്മവതനത്തെയോ അറിയുന്നില്ല. സാധു സന്യാസിമാർ തുടങ്ങി ആരുടെ ബുദ്ധിയിലും ഇല്ല. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. മൂലവതനത്തിൽ ആത്മാക്കൾ നിവസിക്കും. ഇതാണ് സ്ഥൂലവതനം. നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ ജ്ഞാനവുമുണ്ട്. ഇത് സ്വദർശന ചക്രധാരി സേനയാണ് ഇരിക്കുന്നത്. ഈ സേന ബാബയെയും ചക്രത്തെയും ഓർമ്മിക്കുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ജ്ഞാനം ഉണ്ട്. പിന്നെ ഏതെങ്കിലും ആയുധങ്ങളോ മറ്റോ ഉണ്ടായിരിക്കുന്നില്ല. ജ്ഞാനത്തിലൂടെ സ്വയം തൻ്റെ ദർശനം ഉണ്ടായിരിക്കുകയാണ്. ബാബ രചയിതാവിൻ്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം തരുന്നു. ഇപ്പോൾ ബാബയുടെ ആജ്ഞയാണ്, രചയിതാവിനെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മങ്ങൾ വിനാശമാകും. ആര് എത്ര സ്വദർശന ചക്രധാരി ആകുന്നുവോ, മറ്റുള്ളവരെയും ആക്കുന്നുവോ, ആര് അധികം സേവനം ചെയ്യുന്നുവോ അവർക്ക് കൂടിയ പദവി ലഭിക്കും. ഇത് സാധാരണ കാര്യമാണ്. ബാബയെ മറന്നത് തന്നെ ഗീതയിൽ കൃഷ്ണന്റെ പേര് വയ്ക്കുന്നതിലൂടെയാണ്. ശ്രീകൃഷ്ണനെ സർവരുടെയും പിതാവ് എന്ന് പറയുകയില്ല. സമ്പത്ത് അച്ഛനിൽ നിന്നുമാണ് ലഭിക്കുന്നത്. പതീത പാവനൻ എന്ന ബാബയെയാണ് പറയുന്നത്. ബാബ എപ്പോൾ വരുമോ അപ്പോഴാണ് നമ്മൾ തിരിച്ച് ശാന്തിധാമത്തിലേക്ക് പോകുന്നത്. മനുഷ്യർ മുക്തിക്ക് വേണ്ടി എത്ര പ്രയത്നിക്കുന്നു, നിങ്ങൾ എത്ര സഹജമായി മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. പറയൂ, പതീത പാവനൻ പരമാത്മാവാണ്. പിന്നെ ഗംഗയിൽ സ്നാനം ചെയ്യുവാൻ എന്തിനു പോകുന്നു? ഗംഗയുടെ തീരത്ത് പോയിരിക്കുന്നു. അവിടെ തന്നെ നമ്മൾ മരണമടയട്ടെ എന്ന്. മുൻപ് ബംഗാളിൽ ആരെങ്കിലും മരിക്കാറാകുമ്പോൾ ഗംഗയിൽ പോയി ഹരി എന്ന് പറയൂ എന്ന് പറയുമായിരുന്നു. ഇയാൾ മുക്തമായി എന്ന് മനസ്സിലാക്കിയിരുന്നു. ആത്മാവ് വേർപെട്ടു പോയി. അതാകട്ടെ പവിത്രം ആയിട്ടില്ല. ആത്മാവിനെ പവിത്രമാക്കുന്നത് ബാബ തന്നെയാണ്. ബാബയെ തന്നെയാണ് വിളിക്കുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മങ്ങൾ വിനാശമാകും. ബാബ വന്ന് പഴയ ലോകത്തെ പുതിയതാക്കി മാറ്റുന്നു. എന്നാൽ പുതിയത് രചിക്കുകയല്ല ചെയ്യുന്നത്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയിൽ എന്ത് ഗുണമുണ്ടോ അത് സ്വയം തന്നിൽ നിറയ്ക്കണം. പരീക്ഷയ്ക്ക് മുമ്പേ പുരുഷാർത്ഥം ചെയ്ത് സ്വയം തന്നെ സമ്പൂർണ്ണ പാവനമാക്കി മാറ്റണം. ഇതിൽ വീമ്പിളക്കുന്നവർ ആകരുത്. സ്വദർശന ചക്രധാരി ആക്കുകയും വേണം. ബാബയെയും ചക്രത്തെയും ഓർമ്മിക്കണം. പരിധിയില്ലാത്ത ബാബയിലൂടെ പരിധിയില്ലാത്ത കാര്യം കേട്ട് തൻ്റെ ബുദ്ധിയെ പരിധിയില്ലാത്തതിൽ വെക്കണം. പരിധിയുള്ളതിൽ വരരുത്. വരദാനം: സ്വസ്ഥിതിയിലൂടെ പരിതസ്ഥിതികളുടെ മേൽ വിജയം പ്രാപ്തമാക്കുന്ന സംഗമയുഗി വിജയീ രത്നമായി ഭവിക്കട്ടെ. പരിതസ്ഥിതികളുടെ മേൽ വിജയം പ്രാപ്തമാകുന്നതിൻ്റെ ഉപാധിയാണ് സ്വസ്ഥിതി. ഈ ദേഹവും അന്യമാണ്. സ്വ അല്ല. സ്വസ്ഥിതി അഥവാ സ്വധർമ്മം സദാ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാക്കിക്കുന്നു. പ്രകൃതി ധർമ്മം, അതായത് പരധർമ്മം അല്ലെങ്കിൽ ദേഹത്തിൻ്റെ സ്മൃതി ഏതെങ്കിലും പ്രകാരത്തിലുള്ള ദുഃഖത്തിൻ്റെ അനുഭവം ഉണ്ടാക്കിക്കുന്നു. അപ്പോൾ ആരാണോ സദാ സ്വസ്ഥിതിയിൽ ഇരിക്കുന്നത്
അവർ സദാ സുഖത്തിൻ്റെ അനുഭവം നേടുന്നു. അവരുടെ അടുക്കൽ ദുഃഖത്തിൻ്റെ അലകൾ വരിക സാധ്യമല്ല. അവർ സംഗമയുഗി വിജയീ രത്നമായി മാറുന്നു. സ്ലോഗൻ: പരിവർത്തന ശക്തിയിലൂടെ വ്യർത്ഥ സങ്കല്പങ്ങളുടെ ഒഴുക്കിൻ്റെ ഫോഴ്സിനെ സമാപ്തമാക്കൂ. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. ലോകർ പറയുന്നു, എവിടെ നോക്കിയാലും അവിടെ നീ തന്നെ നീയാണ്. നമ്മൾ പറയുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നുവോ എവിടെ പോകുന്നുവോ ബാബ കൂടെ തന്നെയുണ്ട്. അതായത് നീ തന്നെ നീയാണ്. കർത്തവ്യം കൂടെ ഉണ്ടായിരിക്കുന്നത് പോലെ ഓരോ കർത്തവ്യം ചെയ്യിക്കുന്നവനും സദാ കൂടെയുണ്ട്. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും രണ്ടും കമ്പൈൻഡാണ്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. അശരീരി ആത്മാവായ ഞാൻ ദേഹത്തിൽ ഇരിക്കെ വേറിട്ടും ഒരു ബാബയ്ക്ക് പ്രിയപ്പെട്ടതുമായ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ വേറിട്ട അവസ്ഥയിൽ മസ്തക സിംഹാസനത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സുഖത്തിൻ്റെയും ശാന്തിയുടെയും അനുഭൂതി സ്വാഭാവികമായി എനിക്ക് ഉണ്ടാകുന്നു. എന്നിൽ നിന്നും സുഖത്തിൻ്റെയും ശാന്തിയുടെയും വൈബ്രേഷൻസ് നാനാഭാഗത്തും വ്യാപിക്കുകയാണ്. ബുദ്ധിബലത്താൽ ഈ ദൃശ്യ ശബ്ദ ലോകത്തിൽ നിന്നും മാറി എൻ്റെ സ്വീറ്റ് സൈലൻസ് ഹോമിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്തിധാമത്തിൽ ശാന്തിയുടെ സ്വരൂപമായി ശാന്തി സാഗരനായ ബാബയുടെ ഓർമ്മയിൽ മഗ്നമാകുന്നു. ഈ സർവശ്രേഷ്ഠ യോഗയുക്ത അവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ബാബയിൽ നിന്നും സമസ്ത ശക്തികളും സർവ ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ സമ്പന്ന അവസ്ഥയിൽ വിശ്വമംഗളകാരിയായ ബാബയുമായി ഞാൻ കമ്പൈൻഡ് ആയിരിക്കുന്നു. ശബ്ദത്തിൻ്റെ ലോകത്തിൽ അശാന്തിയിലും ഭയത്തിലും നിരാശയിലും ദുഃഖത്തിലും കഴിയുന്ന ആത്മാക്കൾക്ക് പരമാത്മാ ശാന്തിയും പരമാത്മാ ശക്തിയും ദാനം ചെയ്യുന്നു. ഈ ആത്മാ പരമാത്മാ കമ്പൈൻഡ് സ്വരൂപത്തിലൂടെ മുഴുവൻ വിശ്വത്തിലേക്കും ശാന്തിയുടെയും ശക്തിയുടെയും പ്രകാശബീജുകൾ വ്യാപിച്ച് ആ ആത്മാക്കൾക്ക് ശാന്തിയും ശക്തിയും നൽകട്ടെ. പരമാത്മാ ശക്തികളുടെ ഛത്രഛായയിൽ അവർ സമസ്യാമുക്തരാകട്ടെ. ഓം ശാന്തി.